ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഓട്ടോണമസ് കോളേജായിട്ടുള്ള മഹാരാജാസ് കോളേജ് എറണാകുളം 2025-26 അക്കാഡമിക്കിലോട്ടുള്ള ഡിഗ്രി അതേപോലെ തന്നെ PG അഡ്മിഷൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും എങ്ങനെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും, അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിഷയം ഇവിടെ പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ നിന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ മഹാരാജാസ് കോളേജ് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഓട്ടോണമസ് കോളേജാണ് മഹാരാജാസ് കോളേജ് എറണാകുളം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗവൺമെൻറ് ഓട്ടോണമസ് കോളേജിലും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മഹാരാജാസ് കോളേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് അപേക്ഷ കൊടുക്കണം. ഞാൻ തൊട്ട് മുമ്പ് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, പലപ്പോഴും പല വിദ്യാർത്ഥികളും ഓട്ടോണമസ് കോളേജും ഈ പറയുന്ന യൂണിവേഴ്സിറ്റി വിളിക്കുന്ന സമയത്താണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ധാരണയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, മഹാരാജാസ് കോളേജ് ഉൾപ്പെടെ, ഫറൂഖ് കോളേജ് ഉൾപ്പെടെയുള്ള MES മമ്പാട് കോളേജ് ഉൾപ്പെടെ, ദേവഗിരി കോളേജ് ഉൾപ്പെടെ, അതേപോലെ സെൻറ്റ് തേരീസ്, ഇങ്ങനെ ഒരുപാട് ഓട്ടോണമസ് കോളേജുകൾ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഓട്ടോണമസ് കോളേജും ഓൾറെഡി അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മഹാരാജാസ് കോളേജ് എങ്ങനെ, അതായത് വിവിധ ഡിഗ്രി PG കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം, ഗവൺമെൻറ് ഓട്ടോണമസ് കോളേജാണ് മഹാരാജാസ് കോളേജ്. അപ്പോൾ ഈ ഒരു പ്രത്യേകത കൂടി ഈ ഒരു കോളേജിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശദമായി അതായത് നമുക്ക് ഓരോ കാര്യം നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് മഹാരാജാസ് കോളേജിൻ്റെ ഡിഗ്രി അഡ്മിഷൻ്റെ കാര്യം നോക്കാം. അതിനുശേഷം നമുക്ക് PG അഡ്മിഷൻ്റെ കാര്യം നോക്കാം. ഒന്നാമതായിട്ട് +2 കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും മഹാരാജാസ് കോളേജ് ഡിഗ്രി അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ മഹാരാജാസ് കോളേജ് എന്ന് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ അടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് മഹാരാജാസ് കോളേജ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മഹാരാജാസ് കോളേജിൻ്റെ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ഓക്കെ, maharajas.ac.in. അതിൽ നിങ്ങൾ UG അഡ്മിഷൻ PG അഡ്മിഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് UG അഡ്മിഷൻ, അത് ഡിഗ്രി +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അഡ്മിഷൻ അപേക്ഷ കൊടുക്കാൻ ജസ്റ്റ് UG അഡ്മിഷൻ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഡിഗ്രി അഡ്മിഷൻ പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ ഒരു പേജിലോട്ട് പോകാനുള്ള ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് UG അഡ്മിഷൻ പേജിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് ക്ലിക്ക് ടു വ്യൂ UG പ്രോസ്പെക്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം, നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് ഏതൊക്കെയാണ് കോഴ്സുകൾ, അതേപോലെ ഏതൊക്കെയാണ് സ്ട്രെങ്ത് സീറ്റുകൾ എന്നുകൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഗവൺമെൻറ് ഓട്ടോണമസ് കോളേജ് ആയതുകൊണ്ട് തന്നെ എല്ലാ സീറ്റും അതായത് എയ്ഡഡ് ഗവൺമെൻറ് സീറ്റാണ്. ഇവിടെ നിങ്ങൾ സെൽഫ് ഫിനാൻസ് എന്നുള്ള കോഴ്സ് ഇല്ല. നേരത്തെ പല ഫറൂഖ് കോളേജ് ഉൾപ്പെടെയുള്ള കോളേജിലൊക്കെ, ദേവഗിരി പോലെയുള്ള കോളേജിലൊക്കെ എയ്ഡും സെൽഫ് ഫിനാൻസും കോഴ്സുകളുണ്ട്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ എല്ലാം എയ്ഡഡ് ആണ്, അതെല്ലാം ഗവൺമെൻറ് ആണ്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കാം? നിലവിൽ 19 കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണ്, അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ എലിജിബിലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രോസ്പെക്ട്സ് ഉണ്ട്. അതിനായിട്ട് നമുക്ക് ഏറ്റവും ബെറ്റർ ഇവിടെ പ്രോസ്പെക്ട്സ് ജസ്റ്റ് UG പ്രോസ്പെക്ട്സ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോഴ്സും അതേപോലെ തന്നെ 19 കോഴ്സും അതിൻ്റെ എലിജിബിലിറ്റി ശ്രദ്ധിക്കേണ്ട കാര്യം ജസ്റ്റ് +2 ആണ്. അപ്പോൾ അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് ജസ്റ്റ് ഓരോ സീറ്റുകളുടെ എണ്ണം നോക്കാം. BA അറബിക്ക് 30, ഇംഗ്ലീഷ് 25, ഹിന്ദി 40, മലയാളം 40, സംസ്കൃത് 15, എക്കണോമിക്സ് 50, BA അപ്ലൈഡ് എക്കണോമിക്സ് 30, ഹിസ്റ്ററി, അതേപോലെ ഇസ്ലാമിക് ഹിസ്റ്ററി, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, മ്യൂസിക്, ബോട്ടണി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ജിയോളജി, BCom ഫൈനാൻസ് ആൻഡ് ടാക്സ് സെക്ഷൻ, അതേപോലെ ലാസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാം ഇൻ ആർക്കിയോളജി ആൻഡ് മെറ്റീരിയൽ കൾച്ചറൽ സ്റ്റഡീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. നിലവിൽ പല കോഴ്സുകളും 30, 40, 50 ഇങ്ങനെയുള്ള സീറ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കോഴ്സിൻ്റെയും എലിജിബിലിറ്റി നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒന്നാമത് BA അറബിക്ക് ജസ്റ്റ് ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് അതായത് ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ അറബിക്കിൽ ജസ്റ്റ് അറബിക്ക് ഏതെങ്കിലും ഒരു വിഷയമായിട്ട് പഠിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാം. ഇനി BA ഇംഗ്ലീഷ് ആണെങ്കിൽ ഹയർ സെക്കൻഡറി ജസ്റ്റ് ക്വാളിഫൈഡ് എല്ലാവർക്കും പഠിക്കാം. മലയാളം അതേപോലെ തന്നെ. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില സബ്ജക്റ്റുകൾ, ഉദാഹരണം സയൻസ് സബ്ജക്റ്റുകൾക്ക്, ഉദാഹരണം ബോട്ടണി ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഹയർ സെക്കൻഡറി ഓർ ഈക്വൽ എക്സാമിനേഷൻ വിത്ത് ബയോളജി, അതായത് സയൻസ് ബയോളജി പഠിച്ചവർക്കാണ് ബോട്ടണി. അത് വിദ്യാർത്ഥികൾക്ക് അറിയാം. ആ രീതിയിൽ നിങ്ങൾ ഓരോ സബ്ജക്റ്റുകളുടെയും എലിജിബിലിറ്റി നിറമും ജസ്റ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവർക്കും. ഇനി എത്ര മാർക്കുള്ളവർക്ക് കിട്ടുമെന്നുള്ളത് പലപ്പോഴും വിദ്യാർത്ഥി സംശയമാണ്. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഓരോ വർഷത്തെയും വിദ്യാർത്ഥികൾ, അത് അപേക്ഷകരുടെ ഡിമാൻഡിനനുസരിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് അഡ്മിഷൻ പറയാൻ സാധിക്കും. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് നോക്കിയിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വർഷം സാധ്യത മനസ്സിലാക്കാം. ഇനി അഥവാ കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സിനേക്കാൾ കുറഞ്ഞവർക്ക് ഈ വർഷം കിട്ടാം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇൻഡെക്സ് കൂടിയവർക്ക് മാത്രം ഈ വർഷം കിട്ടാം. അതൊക്കെ നമ്മൾ വിദ്യാർത്ഥികളുടെ ഈ അപേക്ഷകരുടെ ഡിമാൻഡ് അനുസരിച്ചാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഓട്ടോണമസ് കോളേജ് ആയതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ കൊടുത്തിടുക, അതായത് റാങ്ക് ലിസ്റ്റ് ഫസ്റ്റ് അപേക്ഷ കൊടുത്തവരുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും.
അതിനുശേഷം വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, ഇനി ലാസ്റ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റ്, അത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അപേക്ഷ കൊടുത്തിടാൻ ആരും പഠിക്കേണ്ട, എല്ലാവരും അപേക്ഷ കൊടുത്തിടുക. അതിനായിട്ട് ജസ്റ്റ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും, ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ടു ഗോ ടു അഡ്മിഷൻ പോർട്ടൽ എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ, മൂന്നാമത്തെ ഓപ്ഷൻ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ ജസ്റ്റ് നിങ്ങൾ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ന്യൂ അപ്ലിക്കൻറ്റ്, അതേപോലെ തന്നെ രജിസ്റ്റേർഡ് സ്റ്റുഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള റാങ്ക് ലിസ്റ്റ്, അതേപോലെ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ ലിങ്കാണ്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ ഇപ്പോൾ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന യൂസർ നെയിമും അതേപോലെ തന്നെ പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനും ഇനി അഥവാ എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഓപ്ഷൻ നൽകുകയാണ്. എഡിറ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യം അവിടെയാണ് ചെയ്യുന്നത്. നമുക്ക് പുതുതായിട്ട് അപേക്ഷ കൊടുക്കാൻ വേണ്ടി വിദ്യാർത്ഥി ജസ്റ്റ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂ അപ്ലിക്കൻ്റ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഇവിടെ ന്യൂ യൂസർ രജിസ്ട്രേഷൻ ഏറ്റവും മുകളിൽ കൊണ്ട് കാണാൻ സാധിക്കും. ന്യൂ യൂസർ രജിസ്ട്രേഷൻ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ചോദിക്കും. ഒന്നാമത് സോഫ്റ്റ് കോപ്പി ഓഫ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൈവശം എപ്പോഴും പറയുന്നത് നോർമൽ എല്ലാ അപേക്ഷയ്ക്കും വിദ്യാർത്ഥികളുടെ അടുത്ത് ഫോട്ടോയും സൈനും ഉണ്ടായിരിക്കണം. ഓൾമോസ്റ്റ് എല്ലാ അപേക്ഷയും ഫോട്ടോയും സൈനുമാണ് ചോദിച്ചത്. ചില അപേക്ഷയിൽ ഫോട്ടോ മാത്രമാണ്. ഇവിടെ നിങ്ങളുടെ കൈവശം ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഫോട്ടോ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ സ്വന്തമായിട്ടുള്ള ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും നിർബന്ധമായി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇതൊക്കെ മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതേപോലെ മാർക്ക് ഷീറ്റ് ഓർ പാസിംഗ് സർട്ടിഫിക്കറ്റ് ഫോർ ക്വാളിഫയിങ് എക്സാം. ഇപ്പോൾ നിങ്ങളിപ്പം +2 നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും. ഇത്രയും കാര്യം മാത്രമാണ് വേണ്ടത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷ പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതിൽ നിങ്ങൾ നെയിം, അതേപോലെ റീ എൻ്റർ ചെയ്ത് കൊടുക്കുക. കൺട്രി ഓൾഡ് വന്നിട്ടുണ്ട്. ആധാർ നമ്പർ തെറ്റുകൂടാതെ അടിച്ചു കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അത് SLC സർട്ടിഫിക്കറ്റ് മുൻവശത്ത് എടുത്ത് വെച്ച് അതേ രീതിയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ അടിച്ചു കൊടുക്കുക. ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോണിലുള്ള നമ്പർ തന്നെ കൊടുക്കണം. കാരണം അതിലാണ് OTP ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരിക. അപ്പോൾ നിങ്ങളിവിടെ മൊബൈൽ നമ്പർ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു, സെൻഡ് OTP ബട്ടൺ അടിക്കുന്നു. അപ്പോൾ മൊബൈൽ ഫോണിൽ ഒരു OTP വരുന്നു, അത് വെരിഫൈ ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ഇമെയിൽ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. സെൻഡ് OTP, ഇമെയിൽ ചെക്ക് ചെയ്യുന്നു, അതിൽ വന്ന OTP ഇവിടെ വെരിഫൈ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി അതിനുശേഷം ഈ കാണുന്ന ക്യാപ്ച കോഡ് കൂടി ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയും അടുത്ത സ്റ്റെപ്പിൽ ബാക്കിയുള്ള, അതായത് നിങ്ങളുടെ പേഴ്സണൽ ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, +2 മാർക്ക്, അതേപോലെ തന്നെ ഏതാണ് കോഴ്സ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ സയൻസ് ആണെങ്കിൽ സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥി കെമിസ്ട്രിയും ബയോളജിയും ജിയോളജിയാണ് പഠിക്കുന്നതെങ്കിൽ ആദ്യം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സാണ് അത് ഒന്നാമത് കൊടുക്കുക, രണ്ടാമത് കൊടുക്കുക, മൂന്നാമത് കൊടുക്കുക. ഇനി ഇംഗ്ലീഷ് മാത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിന് ഇംഗ്ലീഷ് മാത്രം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ ആ രീതിയിൽ, ഉദാഹരണത്തിന് ഇംഗ്ലീഷ് മലയാളം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇംഗ്ലീഷ് മലയാളം കൊടുക്കുക. ആ രീതിയിൽ നിങ്ങൾ ഏതൊക്കെയാണ് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ 19 കോഴ്സുകളിൽ നിങ്ങളുടെ എലിജിബിലിറ്റി കൂടി നോക്കിയിട്ട് നിങ്ങൾ അപേക്ഷ നിങ്ങൾ കൃത്യമായി എഴുതി വെച്ചിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കൂടി അപ്ലോഡ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫൈനലി ആ ഒരു കൺഫർമേഷൻ കൊടുത്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് മൊബൈൽ ഫോൺ ചെയ്യുന്നവരാണെങ്കിൽ PDF സേവ് ചെയ്ത് വെക്കുക. കാരണം പിന്നീട് എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു PDF പ്രിൻ്റ് എടുത്ത് കൊടുക്കണം. ഇനി ഈ പറയുന്ന PDF നിങ്ങൾ എവിടെയും കോളേജിൽ കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ PDF നിങ്ങളുടെ കൈവശം നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. ഇനി അതോടൊപ്പം തന്നെ അപേക്ഷ മൊത്തം കഴിഞ്ഞ് എന്ന് ഉറപ്പ് വരുത്തി അത് എന്തെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഫൈനലി നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ കൂടി വളരെ കൃത്യമായ രീതിയിൽ വിദ്യാർത്ഥികൾ ചെയ്യുക. വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് ജസ്റ്റ് ഷോർട്ട് ആക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ മാത്രമാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ മഹാരാജാസ് നിർബന്ധമായിട്ടും കൊടുത്തിടുക. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട ഓട്ടോണമസ് കോളേജിൽ നേരത്തെ തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാ ഓട്ടോണമസ് കോളേജിലും ഓൾറെഡി അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോണമസ് കോളേജ് എളുപ്പത്തിൽ അപേക്ഷ കൊടുക്കാൻ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോണമസ് കോളേജസ് ഇൻ കേരള എന്ന് അടിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഓട്ടോണമസ് കോളേജ് ലിസ്റ്റ് കിട്ടും. അപ്പോൾ ഓരോ കോളേജും നിങ്ങൾക്ക് അറിയാവുന്ന കോളേജിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെബ്സൈറ്റ് ലഭിക്കും. അതിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ അഡ്മിഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഓട്ടോണമസ് കോളേജിനെയും അഡ്മിഷൻ ഓൺലൈൻ അപേക്ഷ രീതി ഒരേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പരമാവധി കൊടുത്തിടുക. കൂടാതെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജിൽ സെപ്പറേറ്റ് ഒരു അപേക്ഷയായിരിക്കും. എന്നാൽ ഓട്ടോണമസ് കോളേജിൽ മാത്രമാണ് സെപ്പറേറ്റ് അപേക്ഷ. ഈ ഒരു വ്യത്യാസം ഒരിക്കൽ കൂടി വിദ്യാർത്ഥികൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥം ആശംസിച്ചുകൊണ്ട് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും പ്രത്യേകിച്ച് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അപ്ഡേറ്റ്സ് നിങ്ങൾ വെബ്സൈറ്റ് വഴി തന്നെയാണ് ലഭിക്കുക. അതുകൊണ്ട് കൃത്യമായുള്ള ഫോളോ അപ്പ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ പരമാവധി എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും എല്ലാ കോഴ്സുകളിലെയും അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് കൊടുക്കാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം വിടാം. ഇറ്റ്സ് മീ സമാദരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.